ബി.ജെ.പിയെ സംബന്ധിച്ച് തൃശൂർ എന്ത് പറയണം എന്നറിയാത്തൊരു ദിവസമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ. പക്ഷേ ഒരു കരിയോയിൽ പ്രയോഗത്തോടു കൂടി ബി.ജെ.പി അങ്ങ് വളർന്നു. നേതാക്കൾക്ക് എന്ത് പറയണമെന്നറിയില്ല. LDFും UDFുമായിട്ടുള്ള നേതാക്കളെ പച്ചയ്ക്ക് ചീത്ത പറച്ചിൽ, ഞങ്ങൾ എന്തോ സംഭവമാണ്, ഞങ്ങൾക്ക് ഫാൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് നേതാക്കൾ സംസാരിച്ചത്. പക്ഷേ ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രന്. ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനെ ഫോണിൽ വിളിച്ച് ഒരു പോലീസുകാരൻ സംസാരിക്കാറുണ്ട്. അതും രഹസ്യമായി. സംസാരിച്ചത് ഇങ്ങനെയാണ്: പ്രതിഷേധ മാർച്ചിനിടെ ജലപീരങ്കി തുടർച്ചയായി അടിച്ച് ബി.ജെ.പിക്കാരെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഒരു പോലീസുകാരൻ വിളിച്ചു അറിയിച്ചു അത്രേ. ഞങ്ങൾക്കറിയാം എന്താണ് പോലീസ് എന്ന്. ഈ കാവൽ നിൽക്കുന്ന പോലീസ് അധികാരികളിൽ 60% പോലീസും നരേന്ദ്രമോദിയുടെ പോലീസുകാരാണ്. ബി.ജെ.പി അനുഭാവികളാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫോൺ വന്നു. എന്താണെന്നറിയോ? പനിയുണ്ടെങ്കിൽ, ചെവിക്ക് കേടുണ്ടെങ്കിൽ മുന്നിലേക്ക് വരണ്ട, ഇവിടെ ബി.ജെ.പിയെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാൻ നല്ല 1.5 മോദി ഫാൻ പോലീസുകാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്കുമുണ്ട് കേരളത്തിൽ പോലീസ്. അതാണ് ശോഭാ സുരേന്ദ്രൻ പ്രസംഗത്തിൽ പറഞ്ഞത്. എന്തോ തള്ളോട് തള്ളായിരുന്നു. ജനങ്ങൾക്ക് ഭാഗ്യമില്ല, ഞാൻ 9 തവണ തോറ്റതാണ്. അതിൻ്റെ ഇടയിൽ ഒരു ആവേശം കയറി പറഞ്ഞ വാക്ക് ഇപ്പോൾ വെറുതെ ഒരു വെനയായിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന്റെ ഈ പ്രസംഗത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പോലീസിന്റെ രഹസ്യാന്വേഷണം, പോലീസ് ഇന്റലിജൻസ് ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതായത് ഈ വിവരം കൊടുക്കുന്നത് ആര് എന്നാണ് അറിയേണ്ടത്. കൂടാതെ ശോഭാ സുരേന്ദ്രൻ വേറെ കുറെ കാര്യങ്ങളോട് പറയുകയുണ്ടായി. കേരള പോലീസിൽ 60% പേരും നരേന്ദ്രമോദിയുടെ ഫാൻസ് ആണെന്നും പോലീസ് സേനയിൽ സംഘപരിവാർ അനുകൂലികൾ ശക്തമാണെന്നും CPM അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരം പറയുന്നുണ്ട്. ഇത് ശരിവെക്കുന്നതായിരുന്നു പ്രസംഗമൊക്കെ. ശോഭാ സുരേന്ദ്രൻ ഇതിനിടയിൽ BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്കടിച്ച പോലീസുകാരനെ കണ്ടെത്താൻ BJPയും അന്വേഷണം തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അതായത് വലിയൊരു അന്വേഷണ പരമ്പരയാണ് ഇപ്പൊ തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുന്നത്. പുറകിൽ നിന്നായിരുന്നു ജസ്റ്റിന്റെ തലയ്ക്കടിയേറ്റത്. മാസ്ക് ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ജസ്റ്റിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ BJP നേതാക്കളുടെ പക്കലുണ്ട്. ഈ ചിത്രം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് അടി കിട്ടിയത്. എന്തോ അവർ അത് തടയാനൊക്കെ മറന്നു, ചിത്രം എടുക്കുന്ന തിരക്കില്. BJP നേതാവിനെ തന്നെ തിരഞ്ഞു പിടിച്ച് മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ CPM അനുഭാവിയാണെന്നാണ് സൂചന. CPMന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ BJP മാർച്ചിനിടെയായിരുന്നു അന്ന് ജില്ലാ പ്രസിഡന്റിന് തലയ്ക്കടിയേറ്റത്. എന്തായാലും അടിയും കിട്ടി. കേന്ദ്രമന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ കള്ളവോട്ട് എന്ന ആരോപണം ഉന്നയിക്കുന്ന സുരേഷ് ഗോപി മണ്ഡലത്തിലെത്തി അടിയേറ്റ ആളെ കണ്ടു. ഇപ്പോഴിതാ പുതിയൊരു സംഭവം കൂടെ. പ്രസംഗിച്ചങ്ങ് പോയതായിരുന്നു ശോഭാ സുരേന്ദ്രൻ. പക്ഷെ പണി പിന്നാലെ കൊടുത്തു. ആരാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നറിയണം. ആരാണ് ശോഭാ സുരേന്ദ്രനെ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്? ആരാണ് ഇത് പറയുന്നത്? വെറുതെ അങ്ങ് പറഞ്ഞതാണോ? എല്ലാം ഇപ്പോൾ അന്വേഷിക്കപ്പെടും.